ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ടാ സേഫ് അടിച്ചിട്ടാണ് എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാനുണ്ടല്ലോ ഇന്ന് രാവിലെ തന്നെ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഉറങ്ങാൻ തന്നെ രാവിലെ 5:30 ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ 10 മണിയാകുമ്പോൾ എണീച്ചു. അങ്ങനെ ഷോപ്പും കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്ലീൻ ചെയ്തു. ദെൻ വന്നിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തു ഷോപ്പ് ജസ്റ്റ് ഒന്ന്. ഇതൊക്കെ എന്താ ഞാൻ ഇവിടെ പറയുന്നല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസിൽ കൂടെ ഷോപ്പ് പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ എച്ച് ക്ലോത്തിങ്ങിൽ ഓഫർ റണ്ണിങ് ആണ്, ഗൈസ് മറക്കണ്ട. അങ്ങനെ ഞാൻ ഷോപ്പിൽ ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞത്. ഈ ഒരു ന്യൂസിനെ കുറിച്ച് ഞാൻ മുന്നേ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സീരിയൽ ആക്ട്രസും അതുപോലെ തന്നെ സിനിമ ആക്ട്രസുമായിട്ടുള്ള പ്രവീണ എന്ന് പറയുന്ന ആളുടെയും ആളുടെ മകളുടെയും ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് ഉള്ളൊരു ഇഷ്യൂ. ആ ഒരു ഇഷ്യൂവിൽ ആള് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. 1 year എങ്ങാനായി ഫയൽ ചെയ്തിട്ട്. അപ്പോൾ വെരി റീസെൻ്റ്ലി പിന്നെ നമ്മുടെ ആക്ടറായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടൻ അവരിതിൽ ഇടപെട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൂടി ഇടപെട്ടിട്ട് വെരി റീസെൻ്റ്ലി വളരെ സ്പീഡായിട്ട് ആരാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആളിനെ പിടിച്ചു എന്നുള്ളത് സൂപ്പർ അടിപൊളിയാണ്. വളരെ 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 സന്തോഷം തോന്നുന്നു. കാരണം ഒരു 2 പേർക്കെങ്കിലും സമാധാനമായില്ലോ അല്ലെ. ഈ പറയുന്ന പ്രവീണ എന്ന് പറഞ്ഞ ആ ചേച്ചിക്കും അവരുടെ മകൾക്കും അവർക്കെങ്കിലും സമാധാനമായില്ലോ. ഇനി ആ ഒരാളിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല, ഫോട്ടോസും ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു സമാധാനം. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം രശ്മിക മന്ദാന ആളിന്റെ അങ്ങനെയാണ് മോർഫിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത അവരെയും പെട്ടെന്ന് തന്നെ ആരാണോ ചെയ്ത അവനെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ കേരളത്തിലുള്ള ആളല്ല അത് ചെയ്തേ തോന്നുന്നു. എവിടെയുള്ള ആളാലും കേരളത്തിലാണെങ്കിലും കേരളത്തിൽ പുറത്താണെന്ന് ഏത് സംസ്ഥാനത്തിൽപ്പെട്ട ഏത് രാജ്യത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പിടിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളിപ്പം ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ? ഞങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ഒന്നും സ്ട്രെസ് അല്ലേ? അതിപ്പോ എങ്ങനെയാണ്? നമ്മൾ സിനിമയിൽ അഭിനയിക്കണോ, സീരിയലിൽ അഭിനയിക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടികളിൽ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളില്ല അതുകൊണ്ടാണോ? അല്ലെങ്കിൽ എനിക്കറിയില്ല. ഞങ്ങൾ ബാക്കി കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള 15ഓളം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും പാർട്ടിപരമായിട്ട് ഇടപെടണോ, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂട്ടം ചേർന്നിട്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകണോ, സീരിയലിൽ ആരെങ്കിലും എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യൂ സിനിമയിൽ അല്ല സീരിയലിൽ അങ്ങനെ അത് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങളുടെ ഈ ഡെയിലി വരുന്ന ഈ മെൻഷനും ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയെങ്കിലും ഒന്നും നിൽക്കട്ടെ. ഈ വീഡിയോ ചെയ്ത് ഞാൻ മടുത്ത് പണ്ടാരടങ്ങിയ ഒരു സാധനമാണ്. ഞാൻ പറയുള്ളൂ, നിങ്ങൾ തന്നെ ഇത് കേട്ട് മടുത്തിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 1-2 ആൾക്കാർക്കല്ല, ഇത്രയും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. ഡേ ബൈ ഡേ 100-200 ഫോട്ടോസാണ് മോർഫ് ചെയ്ത് ഇങ്ങനെ വരുന്നുള്ളത്. ആരെയാണ് നമ്മളിനി കാണണ്ടേ? ഓക്കെ, ചീഫ് മിനിസ്റ്റർക്ക്, നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർക്ക് മെയിൽ ചെയ്തു, പിന്നെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു, സംഘടനകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഹെൽപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ആ ഒരു കേസിൽ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു രീതിയിലുള്ള അപ്ഡേറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. ആളിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ വരുന്ന സൈറ്റ് ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഒരു മണ്ണാൻ കട്ടിയും ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ സിനിമ സീരിയൽ ആക്ട്രസ് അല്ലാത്തത് കൊണ്ടാണോ? ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ? എങ്ങനെയാണത്? എന്താണത്? നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്താ പരിഗണനയൊന്നുമില്ലേ? ഞങ്ങൾ ജീവിക്കണ്ട? ലൈക്ക് സീരിയസ്ലി ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ട്? അപ്പം ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ ബാക്കിയുള്ള 15ഓളം പേർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. ആരെയാണോ പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെയാണോ നമ്മൾ പോയി കാണേണ്ടത്, റിക്വസ്റ്റ് ചെയ്യേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും റിക്വസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾ എല്ലാവരും പോയി റിക്വസ്റ്റ് ചെയ്യാം. ആര് വന്നില്ലെങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ പോയിട്ട് ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട്. സുരേഷ് ഗോപി ചേട്ടൻ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ
ഞങ്ങൾ 15ഓളം കുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആൾക്കാർ കൊടുത്തൊരു പരാതിയുണ്ട്. അതൊന്ന് ദയവ് ചെയ്തിട്ട് അതൊന്ന് പരിഗണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ആളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, ആ സൈറ്റ് കാര്യങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. വളരെ പ്ലീസ് അപ്പം ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിക്കണം. ഇതൊരു റിക്വസ്റ്റ് ആയി എടുക്കണം. ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം. അഭിനയിക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാം? എനിക്കിങ്ങനെ വേറെ ഒരു രീതിയിലുള്ള കഴിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവല്ലാണ്ട് വേറൊരു കഴിവ് എനിക്കില്ല. മരവാഴയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഞാനും ഒരു ഇന്ത്യൻ പൗരയാണ്. ഓക്കെ, അപ്പോൾ അത് പരിഗണിച്ചിട്ടെങ്കിലും ദയവ് ചെയ്തിട്ട് ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിച്ച്, ഞങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സും കൂടി ഒന്ന് പരിഗണിച്ചിട്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന ദിവസവും ഇതുപോലെയുള്ള ഫോട്ടോസ് വെച്ചിട്ടുള്ള മെൻഷനും കാര്യങ്ങളും മെസ്സേജുകളും വരുന്ന ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിച്ച് ഞങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തി തരണം. ഇത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരിനെ പിടിച്ചതും അവരുടെ ആ ഫാമിലിക്ക് ഒരു സഹായമായതും, അല്ലെങ്കിൽ അവരുടെ മെന്റൽ സ്ട്രെസ് കുറച്ചതൊക്കെ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ തന്നെയാവണം. അത് സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ കേസ് വരുമ്പോൾ കൂടി നിങ്ങൾ ഈ ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും കാണിക്കണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്.